പ്രിയമുള്ളവരെ, ഇന്നത്തെ വചന ശുശ്രൂഷയും അനുദിന വിശുദ്ധരെയും കുറിച്ച് നമുക്കറിയാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 6 35 മുതൽ 40 വരെ വാക്യങ്ങൾ. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയുമില്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവനോ നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും. അനുദിന വിശുദ്ധർ. ഇന്നത്തെ വിശുദ്ധൻ വിശുദ്ധ പോപ്പ് സോത്തർ. 2-ാം നൂറ്റാണ്ടിൽ ക്രിസ്തീയ സഭ വളർച്ചയിലായിരുന്നു. എന്നാൽ അതിനൊപ്പം തന്നെ നിരവധി വെല്ലുവിളികളും ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് പോപ്പ് സോത്തർ റോമിലെ സഭയുടെ പാപ്പായി സേവനം ചെയ്തിരുന്നത്. അദ്ദേഹം ഇറ്റലിയിലെ ഫൊണ്ടി പ്രദേശത്താണ് ജനിച്ചതെന്ന് കരുതപ്പെടുന്നു. ചെറുപ്പം മുതൽ തന്നെ ദൈവഭക്തിയിലും വിശ്വാസത്തിലും വളർന്ന അദ്ദേഹം സഭയുടെ നേതൃത്വത്തിലേക്ക് ഉയർന്നപ്പോൾ അതിനെ വളരെ വിനയത്തോടും ഉത്തരവാദിത്വത്തോടും കൂടി കൈകാര്യം ചെയ്തു. പോപ്പ് സോത്തറിൻ്റെ കാലത്ത് ക്രിസ്ത്യാനികൾ പല സ്ഥലങ്ങളിലും പീഡനങ്ങൾ നേരിട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ വിശ്വാസികളെ ആത്മീയമായി ശക്തിപ്പെടുത്താനും പ്രോത്സാഹിപ്പിക്കാനുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ശ്രമം. അദ്ദേഹം ദരിദ്രരെയും പീഡിതരെയും സഹായിക്കാൻ പ്രത്യേക ശ്രദ്ധ പുലർത്തി. മറ്റു പ്രദേശങ്ങളിലെ സഭകൾക്ക് സഹായം അയക്കുകയും അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കരുണയും ദാനധർമ്മവും ക്രിസ്തീയ സമൂഹത്തിൽ വലിയ മാതൃകയായി. പോപ്പ് സോത്തർ വിവിധ സഭകൾക്കിടയിൽ ഐക്യം നിലനിർത്താൻ ശ്രദ്ധിച്ചു. വ്യത്യസ്ത പ്രദേശങ്ങളിലുള്ള വിശ്വാസികൾ തമ്മിൽ സ്നേഹവും സഹകരണവും വളർത്താൻ അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സഭ ഒരു കുടുംബമായി വളർന്നു. ഒരുമയും പരസ്പര സഹായവും നിറഞ്ഞ ഒരു സമൂഹമായി. പോപ്പ് സോത്തർ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ വലിയ എഴുത്തുകൾ വിതച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലും സേവനവും വിശ്വാസത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യവുമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക, ദരിദ്രർക്കും ആവശ്യക്കാർക്കും സഹായം നൽകുക, സഭയിൽ ഐക്യം വളർത്തുക. ഇന്നത്തെ ലോകത്തും വിശുദ്ധർ നമ്മെ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും വഴി കാണിക്കുന്നു. നമുക്കും നമ്മുടെ ജീവിതത്തിൽ ചെറിയ കാരുണ്യ പ്രവൃത്തികളിലൂടെ ദൈവസ്നേഹം പ്രകടിപ്പിക്കാം. ദൈവമേ, വിശുദ്ധ പോപ്പ് സോത്തറിൻ്റെ മാതൃകയിൽ ഞങ്ങൾക്കും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും മറ്റുള്ളവർക്ക് സ്നേഹവും സഹായവും നൽകാനും കൃപ നൽകണമേ. ആമേൻ.